ഹേ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മളെ പുതിയൊരു സർവൈവൽ സീരീസാണ്. കുറേ കാലമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് സർവൈവൽ സീരീസിൻ്റെ പേര് ഐ ആം ബാക്ക്. യെസ് ഗായ്സ്, ഞാൻ ബാക്കായി ഗൈസ്. കഴിഞ്ഞ സീരീസിൻ്റെ ബാക്കിയൊക്കെ എവിടെയെന്ന് ചോദിച്ചത്, കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, ഇനി വരാൻ പോകുന്നില്ല എന്തെങ്കിലും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഫോൺ മാറ്റി. പിന്നെ ആ ഫോണിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മൈൻക്രാഫ്റ്റ് ലോഡാവണില്ല, ഓട്ടോ ബാക്കൊക്കെ ആവുകയും. പിന്നെ ഒക്കെ ക്ലിയർ ചെയ്ത് കയറിയപ്പോൾ വേൾഡൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് പോയി. ഒക്കെ എനിക്ക് കുറേ രണ്ട് വേൾഡ് പോയി. അതിൽ 3 വേൾഡ് എന്തോ പോയി. അതിലൊരു വേൾഡിൽ ഞാൻ ഡ്രാഗനെ കൊണ്ടു ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്തൊരു വേൾഡേനു എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അത് പോയി. അപ്പോൾ ചടച്ചു, അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. എന്തായാലും നമ്മളെ വേൾഡ് ഇവിടെ ജനറേറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് സ്പോണ് കിട്ടിയിരിക്കുന്നത്. ആണ് പ്ലെയിൻ തന്നെയാണ്. നമുക്ക് ഈ സീരീസിലും മര്യാദ കൊണ്ടുപോകണമെന്നുണ്ട്. പറ്റിയാൽ മതിയേനു. പുതിയ ഫോണാണ്. പിന്നെ മാത്രമല്ല ഇതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, ലാഗൊന്നുമില്ല. മറ്റുള്ള ബെറ്റർ ആയിട്ട് ഇതിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ വേറൊരു വേൾഡ് തുടങ്ങിയിട്ട് അതിൽ കുറേ വീഡിയോസൊക്കെ എടുത്താണ്. ലാഗൊന്നുമില്ല. ഇതിൽ മര്യാദ കൊണ്ടുപോകാൻ പറ്റിയാൽ മതിയേനു. എന്തായാലും നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോയി നോക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് മൂലൊക്കെ പിടിച്ച് പോയി നോക്കുക. അല്ലെന്തും കിട്ടുകയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും കിട്ടുക നോക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിനൊന്നും കളക്ട് ചെയ്യണില്ല, നമുക്ക് നേരെ പോവുക. ഫ്രണ്ടിലൊരു വില്ലേജ് കണ്ടിട്ട് നമുക്ക് പറഞ്ഞാൽ എപ്പോഴും ലക്കിലെ സീഡായിരിക്കും കിട്ടുക. എപ്പോഴും അടുത്തൊരു വില്ലേജ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏത് വേൾഡ് തുടങ്ങിയാലും അതങ്ങനെയാണ്. മോജാകും ഞാനും തമ്മിലുള്ള ബന്ധതാണ്, അറിയാലോ. എന്തായാലും നമുക്ക് ആ ഇതിലേക്ക് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ ആദ്യം ഒന്ന് സർവൈവ് ചെയ്ത് പോകാം. ഇത് നമ്മൾ പതുക്കെ കൊണ്ടുപോകുന്നുള്ളൂ. ഒരു ചലഞ്ചും ഇതിലില്ല. പതുക്കെ നോർമലായിട്ട് പോണ ഒരു വേൾഡ് ആവുന്നത്. ഇത് ഫ്ലവർ ഫോറസ്റ്റാണ് തോന്നുന്നു. കുറേ ബീസ് ഉണ്ട് അവിടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി വെക്കാം. ഇതിൽ ഈ സർവൈവ് മറ്റേത് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഓട്ടോ ബൈക്ക്. പിന്നെ മാത്രമല്ല ഈ എന്താ പറയുക ലാഗ്, റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അവിടെ ഒരു റോയിൻറ്റ് ബോട്ടലല്ലേ, എന്തായാലും അങ്ങോട്ട് പോയത്. കഴിഞ്ഞ സീരീസൊക്കെ കണ്ടവർക്കറിയാം. മൊത്തം ലാഗ് പിടിച്ചാണ്ടും ക്ലിയർ ഇല്ലാത്തതൊക്കെ ആയിട്ടില്ലേ എന്തേനും സീരിയസ് ആളേനും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. എന്തായാലും പോയിൽ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ട് എത്തിച്ചിട്ട് പിന്നെ പോയപ്പോൾ വരുന്നുണ്ട്. ഇതിലെന്തായാലും ഗോൾഡ് 3 ഗോൾഡും കേക്സ് ലാക്സ് അല്ലത്. എന്തായാലും നമുക്കൊക്കെ എടുക്കാം. ഇത് ഇവിടെ വെക്കാം. ഫ്ലിൻറ്റിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ഒരു ഇതിലില്ലേ, എന്താ പേര് അതാണല്ലേ ഫ്ലിൻറ്റ് അറിയണ സാധനം. എന്തായാലും ആ സാധനം തന്നെ. അവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല, എടുക്കാനുള്ള സാധനമില്ല. നമുക്ക് ഇനി എന്തായാലും തിരിച്ചവിടെ പോയാണ്ട് ഇനി വില്ലേജ് ഈ ഭാഗം കൊണ്ട് ഫുള്ള് ലൂട്ട് ചെയ്യാം. വില്ലേജസിൻ്റെ അടുത്ത് നോക്കേണ്ട അടിച്ച് മാറ്റാം എല്ലാതും. എൻ്റെ ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടാവും. ഹലോ അതാ ഒന്നും പറഞ്ഞില്ല, പോയി. അവൻ്റെ പേരിൽ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. ഈ ഗോൾഡ് കിട്ടി, ഒരു ഗോൾഡ് കൂടി കിട്ടി. പിന്നെ ആയേണ്ടത് കിടക്കട്ട് ചെസ്റ്റ് കൊടുക്കാൻ എന്തായാലും ഇനി ഇങ്ങനെ പോയിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ലൂട്ട് ചെയ്യണം. ഇതിന് ഓരോരുത്തരും വേണ്ട എന്തെങ്കിലും കിട്ടിയാലോ. എന്തായാലും ഇവിടുന്ന് ഈ ബെഡ് എടുക്കാം. ബെഡ് വേണ്ട എന്തെങ്കിലും കിട്ടിയാൽ മതിനു സർവൈവ് ചെയ്യാൻ പാകത്തിന്. നമ്മൾ ഈ സർവൈവൽ സീരീസ് നല്ലതിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. ഒരുപാട് ഒരു 10, 100, 150 എപ്പിസോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമ്മളിതിൽ ചെയ്യുന്നതൊക്കെ വലിയ ഇതേക്കും. എന്ത് ഫാം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ വലുതേക്കും. നമ്മളൊന്നും ചെറുതമ്മ പിടിച്ചൂല കേട്ടോ. എല്ലാം വലിയ ഫാമുകളേക്കും. തുടക്കത്തിലൊരു അയൺ ഫാമൊക്കെ നമ്മൾ ചെറുതേക്കും ചെയ്യാം. പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് വലുപ്പമല്ലേ നമ്മൾ ചെയ്യുള്ളൂ. എന്തായാലും ഇവിടത്തിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്തായാലും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി മറ്റിൻ്റെത് അങ്ങനെയും പോയി, ഇതിങ്ങനെയും പോയി. ഇതിങ്ങനെ ഇനി കൊണ്ടുനടക്കണമെന്നുണ്ട്. നമ്മൾ പുതിയ ഫോണൊക്കെ എടുത്ത്, പുതിയ ഫോണിൻ്റെ പേര് ഓപ്പോ K30 5G ഒന്നും നോക്കിയില്ല. പൈസ ഒക്കെ വാരിണ്ട് എറിഞ്ഞു. നല്ല തന്നെ എടുത്തോണു. ലാഗൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതിലേക്കാണ് കയറി പോയി. ജസ്റ്റ് എന്താ ഈ ഗെയിം മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ഇത് കഴിഞ്ഞത് ഞാൻ കളിച്ചിരുന്നത് പഴയ ഫോണിലൊക്കെ കളിച്ചിരുന്നത് പോക്കറ്റ് എഡീഷനായിരുന്നു. പക്ഷെ ഇതിൽ പോക്കറ്റ് എഡീഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. എത്താനാവും.
അവിടെ ഞാൻ ഒന്നും നോക്കിയില്ല, അതിനും പൈസ അടയ്ക്കാണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ കയറ്റി, ഒന്നും നോക്കിയില്ല അതിന്. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ തന്നെ ഈ ബെഡ്റൂം എഡിഷൻ അല്ലേ, ഇതിലെന്തൊക്കെയോ ഒരു ബലായിട്ട് തന്നെ ഷെയ്ഡേഴ്സ് എന്തൊക്കെ കൊടുക്കേണ്ട ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ. അപ്പോൾ ആ ഷെയ്ഡറുകളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ലാഗാണ്. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കും, കുറച്ചുകൂടെ പോകുമ്പോൾ പിന്നെയും സ്റ്റെക്കാവും, പിന്നെ പോവും, പിന്നെയും സ്റ്റെക്കാവും, അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഷെയ്ഡേഴ്സൊക്കെ ഒഴിവാക്കിയാണ്. ഇപ്പോൾ വാനില മൈൻക്രാഫ്റ്റ് അതും വാനില തന്നെയാവും. ഇപ്പോൾ ഇതാ ഫുള്ളി നോർമൽ, ഒക്കെ നോർമൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതന്നെ. അയ്യോ ഈ ഒരുപാട് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വേണ്ട കിട്ടിയതേന്. ഫുഡാകല് 3 ബ്രെഡാണ്, അതിൻ്റെ ഉള്ളിലുണ്ട്. ജസ്റ്റ് നമുക്ക് പരമാവധി എല്ലാ ജസ്റ്റാണ് പൊട്ടിച്ചെടുക്കുക. കഴിഞ്ഞതൊക്കെ നമ്മൾ തുറക്കില്ല, എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൊടുക്കും. പൊട്ടിച്ചെടുക്കണമല്ലോ ബെറ്റർ. 6 ബോട്ടിൽ എന്നാലേ നമ്മൾ അതിനെ പുതിയതല്ല, പഴയ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇല്ല, വേറെ ഉള്ളിൽ ജസ്റ്റ് ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് ഉണ്ടോ ഇല്ല, ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ മറ്റെന്തായാലും ലെക്ടാണ് ഇതന്നെ. എന്താ ഇതിൻ്റെ പേര് നല്ല ബുക്ക് ഷെൽഫ് എന്തായാലും ഉണ്ട്. ഇവിടുത്തെ ബുക്ക് ഷെൽഫൊക്കെ എന്തായാലും നമ്മളെടുത്തേ. നമുക്കിനി അടുത്ത വീട്ടിലൊക്കെ കയറി വെക്കുക, എന്നിട്ട് അവിടുത്തെ അടിച്ച് മാറ്റാം, എന്നിട്ട് പോകണം. എന്നിട്ടൊരു അയൺ ഫാം അല്ല വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അതിന് മുമ്പ് ഇവിടുന്ന് വില്ലേജേഴ്സിനെ കൊണ്ടുപോകണം. മൊത്തം പണിയാണ്. ഇതെടുക്കാൻ ആക്സുകൊണ്ട് എന്തായാലും പറ്റില്ല. നമുക്കെന്തായാലും ഇവിടെ നിന്നൊന്നും ഇപ്പം എടുക്കേണ്ട, കാരണം ആക്സുകൊണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എവിടേക്ക് പോവാം, അടുത്ത വരിക പോവാം. ഇപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മളെ കയ്യിലില്ലേ, അതൊന്നും പോരാ. ഇനി ഒരുപാട് സാധനങ്ങളാണ്. ഫുഡാണ് നമുക്ക് വേണ്ടത്. കാര്യത്തിൽ പിടിക്കാൻ കയറിയാണ്. വേറെ ഇതുവരെയല്ലേ പറയാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമല്ല വില്ലേജാണ് തോന്നുന്നു കേട്ടോ. കുറേ പേരാളുണ്ട്, പക്ഷെ ഒക്കെ ചെറിയ ചെറിയ പേരാളാണ്. അതാണ് കുഴപ്പം. ഇതൊക്കെ എടുക്കാം നമുക്ക്. എന്താ ചെറിയ കൃഷി, ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇനി ഇവിടുന്ന് കൊണ്ടുപോകാനാണ് റിസ്ക്. കാരണം ഇവിടെ മറ്റേ ആ പൊട്ടന്മാർ സ്പോണായുള്ള നമുക്ക് ലീഡ് കിട്ടുള്ളൂ. ലീഡ് കൊണ്ട് ഇതാക്കണം, അല്ലെങ്കിൽ റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. ഇത് അഴിഞ്ഞ പോലെ ഒന്നും നടക്കില്ല തോണിയിലിട്ട് വേണ്ടി. ലീഡ് കിട്ടണം. അതിന് ഇതുവരെയായിട്ട് ഇവിടെ എവിടെയും സ്പോണായില്ല. എന്താണ് ആ വാണ്ടൻ ട്രേഡേഴ്സ്, അതന്നെ ഓല് ഇവിടെ ഒന്നും സ്പോണായില്ല. ഓല് സ്പോണായാലും നമുക്ക് ലീഡ് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഒരു ചടങ്ങായിട്ടുള്ളത്. ഇപ്പം നമുക്കിനി ഇവിടെ ഒന്നുമില്ല ഇതിലുണ്ട്. ഈ വരിക്ക് ഇറങ്ങി നോക്കണം, വേണ്ട അല്ലെങ്കിൽ കപ്പുറത്ത് ഏതെങ്കിലും വരി പോവാം. അതിന് ഇവിടുത്തെ വരൊക്കെ എന്തിനെ ഞാൻ ഇവിടെ കിടന്ന് തിരിയണം. അല്ലെങ്കിലും എല്ലാം വെറുതെ കിടന്ന് തിരിയുന്നാലും അതൊരു രസമല്ലേ. ഈ വരിക്ക് നമ്മൾ കയറിയതാണ്. അപ്പോൾ ഓരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നേ. ഇവിടെ എവിടെയെങ്കിലും ഇനി വല്ല സ്പോണറുണ്ടോ? ഇത്ര പെട്ടെന്ന് ഇത്രയും ആൾക്കാർ ഇവിടുന്ന്, ഇത്രയും സോംബീസ് ഇവിടുന്ന് വരുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സ്പോണർ ഉണ്ടാവണ്ടേ? ഇവിടെ എവിടെ സ്പോണറില്ല തോന്നുന്നു. ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടുന്ന് ഒറ്റയെടുക്ക് ഇത്രയും സോംബീസ് സ്പോണായത് നാലേ. ആർക്കെല്ലാം അറിയിക്കാന്ന് കമൻറ്റ് ചെയ്യേ. നമ്മളെന്തായാലും ഇവിടെ കുറേ നേരമായില്ല. ഒറ്റയെടുക്ക് സ്പോണാണെന്നുണ്ടെങ്കിൽ വല്ല എന്താ പറയുക സ്പോണർ ഉണ്ടാവണം. പക്ഷെ ഇവിടെ സ്പോണറൊന്നും കാണാനല്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കേൾക്കും. ഈ ഭാഗത്തൊന്നും കാണാനില്ല. നമുക്ക് ഇവിടെ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. നമുക്കവിടെ എല്ലാം അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യും വേണം. എല്ലാ ഒക്കെ ഉണ്ടാവണം നമ്മളെ കയ്യിൽ. ഈ വേൾഡിൽ എന്തൊക്കെയുണ്ടോ, അതായത് ഈ മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെയുണ്ടോ അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാ. അപ്പോൾ അവിടെയാണോ സ്പോണറിൽ? അങ്ങോട്ട് ചെന്ന് നോക്കാം. കറങ്ങി പോയ കപ്പത്തിന് മറ്റൊരു ചാവിക്കും. അതാ ഉള്ളിൽ കയറാനൊരു പേടിയുണ്ട്. ചാവാൻ പോകില്ല. പക്ഷെ നമുക്ക് എന്തായിട്ട് അറിയോ, ഐക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫ്ലിൻ്റ് എടുത്ത് കത്തിച്ച അതിനുണ്ട്. ഇവിടെ ഒന്ന് കത്തിച്ച അയ്യേ അടിയില്ല. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നോർമലായിട്ട് സ്പോണായതാ തോന്നുക. നമുക്കെന്തായാലും ഇപ്പം ഈ പൊട്ടനെ കത്തിച്ച് കേട്ടോ. നമുക്ക് അയണ്ട ആവശ്യമുണ്ട് ഇവിടെ. അയൺ വേണം. അയൺ ഫസ്റ്റ് നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ കാര്യത്തിന് അയൺ ആവശ്യമുണ്ട്. അതാ അങ്ങനെ ഫസ്റ്റത്തെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മളെ ഫസ്റ്റത്തെ ഡെത്ത്. ഓ മൈ ഗോഡ്, ഫസ്റ്റ് ഡെത്ത്. അതൊക്കെ പോട്ടെ. ഞാൻ എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അതിപ്പോൾ ഏതോ ചെയ്യുന്നത് എവിടെയേനു നമ്മളെ സ്പോണിൽ നിന്ന് എവിടേക്കാണ് പോയിന്? അവിടെയാണോ? പക്ഷെ അവിടെ അല്ല. നമ്മളിതിൻ്റെ ചുറ്റുപാറ ഫുള്ള് ഫോറസ്റ്റാണ് തോന്നുന്നു കേട്ടോ.
അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. മുമ്പേ തോന്നുന്നു നമുക്ക് നമ്മളെ കോർഡിനേറ്റ്സ് ഓണാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിലല്ല, കാരണം നമുക്ക് നമ്മൾ സ്പോൺ ചെയ്യാൻ മറക്കണിച്ച് അവിടെ കറക്റ്റ് ഓർമ്മയില്ല. സ്പോണ് എന്താവണത് സ്പോണായി കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഡേയ്സിൻ്റെയും പിന്നെ കോർഡിനേറ്റ്സ് ഓണാക്കിയിട്ടില്ല. ഇപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റത്തെ ഡെത്ത് അവിടെയും കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോയാണ്ട് അവിടുന്ന് പറ്റണമൊക്കെ എടുത്താണ്ട് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കണം. അതായത് മൊത്തം ഫാമുകൾ മാത്രം, പിന്നെ ഒരു കുഞ്ഞു വീട്, ചെറിയ വീടുണ്ടാക്കാം. ആ ഷുഗർ കെയിൻ അവിടെ നിന്ന് എടുക്കാം. ഒരു ചെറിയ വീടുണ്ടാക്കണം, കുട്ടി വീട്. ഇപ്പോൾ സ്റ്റാർട്ടർ പൈസ എത്തി അതിൻ്റെ ഒക്കെ വലുതാണ്. ഞാൻ പറഞ്ഞ ഇതിലൊക്കെ വലുതായിരിക്കും. ഈ ബട്ടൺ എന്തായാലും കുറച്ച് കത്തി ഓൻ്റെ പകുതി കുറച്ച് ഹെൽത്ത് പോയിക്കണേ. എന്തായാലും നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കാം, എന്നിട്ട് ഓനെ കത്തിച്ച, എന്നിട്ട് ഓനെ ഫിനിഷാക്കാം. ഒരു ക്രീപ്പറിൻ്റെ പണിയപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം എല്ലാതും ആയി തോന്നുന്നു. ഇനി ആ ഫ്ലിൻ്റെ അടുത്ത് കജ്ജി പിടിച്ചാൽ ഓൻ്റെ അടുത്തേക്ക് പോവുക, നിൽക്കുക, ചാവ് പെട്ടെന്ന് ചാവത്ത് കുറേ ഇതാണ്. അയൻകുളത്തിന് എത്ര ഹെൽത്താണെന്ന് അറിയാം. അതിൻ്റെ പകുതി ഉള്ളു നമുക്ക് തോന്നുന്നു. ഇനി പിന്നെ ആക്സ് എടുത്ത് ഒറ്റ ചത്ത് ഓൻ അഥവാ അങ്ങനെ തിരിച്ച് കൊത്തിക്കണമെങ്കിൽ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കാം. ഏതാ ഇനി ഒരു ബോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഈ പൊട്ടന്മാരെ ബോട്ട് കാക്കണം. ഇവിടെ എല്ലാം 2 പൊട്ടന്മാർ. അതിന് മുമ്പ് നമുക്ക് ഒരു ഇത് ക്രാഫ്റ്റ് ചെയ്യണം. പേര് ക്രാഫ്റ്റിംഗ് ടേബിൾ. എന്നിട്ട് എന്താ ഇതുണ്ടാക്കണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കി കജ്ജി പിടിച്ച സേഫ്റ്റി. ബോട്ട് 2 ബോട്ട് ആദ്യം എടുക്കുക, കാരണം വില്ലേജസിന് എടുത്താൽ. പിന്നെ ഇത് 2 ബ്രെഡ് ഉണ്ടാക്കണം. അപ്പോൾ പതുക്കാക്കുക. ആദ്യം ഷീൽഡ്, ഇനി ഒരു ബക്കറ്റ്. അതുണ്ടായി ഇതെടുക്കുക, അത് മതി. അത് കഴിഞ്ഞിട്ട് അവിടെ ലാവ കാണുന്നുണ്ട്. എടുക്കണ്ട? അവിടെ ഒരു സ്കെലിട്ടണുണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം നമ്മളെ കജ്ജിൽ ഇത്രയും സാധനങ്ങളാണില്ലത്. ഷീൽഡ് എടുത്ത് കജ്ജ പൊടിച്ചും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓനെ കൊല്ലാൻ കിട്ടുമോ നോക്കണം. വേണ്ട, റിസ്ക് എടുക്കണില്ല. 2 എണ്ണാണേ ഈ ബ്രെഡ്. കാരണം ബെഡൊക്കെ എടുത്താൽ ഇവനെ ഇവിടെ എടുത്തണം. ബെഡൊക്കെ എടുത്താൽ ബെഡ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരില്ല. അധികം ഒന്ന് അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ പോയി നമുക്ക് ഇവൻ്റെ അതും കൂടി എടുക്കുക. എന്താ അതിൻ്റെ പേര്? ഗ്രൈൻഡ് സ്റ്റോൺ തന്നെ അല്ലേ? ആണോ? ആ സ്റ്റോൺ അത് ആ സാധനം എടുക്കണം. അതിന് മുമ്പേ നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ഇപ്പം നേരത്തെ നമ്മളെ മൈൻഡാക്കാതെ പോയതാണ്. അവനോട് ഹലോ പറഞ്ഞിട്ടോ തിരിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർക്ക് പണി വേണ്ടപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതെടുക്കണം. സ്റ്റോണ് എന്താ കോബിൾ സ്റ്റോൺ, അതന്നെ ആ സാധനം. അതെടുത്താണ് നമുക്ക് ഇതുകൊണ്ടൊരു പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സ്. നമുക്ക് മൊത്തം ഞാൻ സത്യം ഒന്നും ഇവിടെ ക്രാഫ്റ്റ് ചെയ്തില്ല. സാധാരണ ഒരു വേൾഡ് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം ക്രാഫ്റ്റ് ചെയ്യേണ്ട പിക്കാക്സും അങ്ങനത്തെ ഓരോന്ന് വെച്ചാൽ നമ്മൾ നേരെ വില്ലേജിൽ തേടി ഇറങ്ങി. ഓരെന്തായാലും അവൻ്റെ പാട്ടിന് വയ്ക്കണേ. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ഉള്ളും കൂടി എടുക്കുക. അത് റിസ്ക് എടുക്കാമെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് ഇവിടുന്ന് തന്നെ എടുക്കുക. ബക്കറ്റിൽ കുറച്ച് ലാവ. ഇവിടെ എന്തത് കയറാത്തു ഇപ്പം കയറി. അപ്പോൾ അവിടുന്ന് ആ ലാവ എടുത്തേക്കണേ. നേരത്തെ ഉണ്ടായിരുന്ന സ്കെലിറ്റൻസൊക്കെ ഇവിടുന്ന് ടീസ്പൂണായി പോയതാ തോന്നുന്നു. കാണാല പിന്നെ വരെ. അതിനുണ്ട് ഇനിയിപ്പോൾ എന്താ കാട്ടട്ടു. അതിലാ ഒരു പൊട്ടനെ നമ്മൾ ബോട്ടിലിരുത്തി അവനെ പുറത്ത് കറക്കി വെച്ചേക്കണം കേട്ടോ. കണ്ടില്ലേ? ആ പൊട്ടനെ നമ്മൾ പുറത്ത് കറക്കി വെച്ചേക്കണം. ഇനി ഒരുത്തനും കൂടി വേണം. ഇതുവരെ ആയിട്ടും ഒരു കാര്യം സാധ്യത, ഇതുവരെ ആയിട്ടും മറ്റാ വേണ്ട ട്രേഡർ പൊട്ടന്മാർ ഇതുവരെ ആയിട്ട് സ്പോണായിട്ടില്ല. അല്ലെങ്കിൽ കാണും ഒരു ചവറ് കണക്കിനോ അവിടെ ഇവിടെ ആയിട്ടൊക്കെ സ്പോണാവണത്. ഇപ്പോൾ ഒറ്റ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്തായാലും ഒരാളും ഇല്ല പോണേ. ഇനിയിപ്പോൾ എന്താ അതാണ് അതാ പിന്നെയും കയറിയത് ഇല്ല ഉണ്ടാവില്ല. ഇത്രയും സാധനങ്ങളുള്ളൂ. അത് സ്പേസ് കിട്ടാം നമുക്ക്. ഇതൊക്കെ അങ്ങോട്ട് ഓരോ ഈ ബണ്ടിൽ കണ്ടിടാം. ബണ്ടിൽ കണ്ടിടാം. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളോ
പോയി വേണല്ലേ. എന്തായാലും അത് കിടക്കട്ടെ. ഈ ഇതെടുക്കുക ഇവിടുന്ന് മറ്റേ പൊട്ടൻ്റെ പേരിൽ നിന്ന് നമ്മളാ ഫർണേഴ്സ് എടുത്തുക്കണേ. ഇവിടെ നമുക്ക് ഈ സാധനം എടുക്കുക. മേലെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടാവുമോ? എവിടെ വെറുതെ ഒരു സ്പേസ് അവിടെ തുറന്നിട്ടുണ്ട്. ഈ ഇതൊക്കെ എടുക്കാം. പിന്നെ പൊട്ടനടിച്ചിട്ടുണ്ടല്ലേ അവൻ്റെ കായ്പ്. നമ്മളിവിടെ 6 ആക്ക് മൊമെൻ്റാണ്. ഫ്രീ ഫയറിലില്ല കേട്ടോ. നമ്മൾ ഫ്രീ ഫയർ കളിച്ചും നമ്മളൊരു ഷോട്ട് ഇട്ടിരിക്കണം ഫ്രീ ഫയർ കളിച്ചത്. എത്തോൻ്റെ ഒരു അടിക്ക് 1.5 ആട്ടാ പോണത്. ഈ കൗസിനെയും കൊല്ലണം. ചടക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഇച്ചൊരു പണിയുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ബലിയും കൂടെ വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ കരുതുന്നുണ്ട്. ബലിയും കൊണ്ട് വലിയ പെട്ടെന്ന് പൊട്ടന്മാർ കൊന്നിട്ടുണ്ട്. എന്തായാലും നമ്മളത് കയറിയെന്ന് തോന്നുന്നു. ഇല്ലൊരു ബ്രെഡും കഴിഞ്ഞു. നല്ലോണം ചടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പണിയുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് കരുതുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.